നമസ്കാരം. വോട്ടിംഗ് പൂരത്തിന്റെ മേളപ്പെരുക്കത്തിന് പാണി കൊട്ടിക്കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിന്റെ ആരവബാക്കിയിൽ കൂട്ടലും കിഴിക്കലും അണിയറയിൽ പുരോഗമിക്കുന്നു. ഇനിയും 6 ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞാലേ ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം ഉപചാരം ചൊല്ലി പിരിയൂ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് മുഖ്യമന്ത്രി. മുൻപ് രാഹുലിനൊരു പേരുണ്ടായിരുന്നു. ഒരു യാത്ര നടത്തിയപ്പോൾ അതിന് മാറ്റമുണ്ടായി എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. എന്നാൽ ആ പേരിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങളെ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPയുടെ മൗത്ത് പീസ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിനെ പപ്പു എന്ന് വിളിക്കുന്നത് BJP ആണ്. അത് മോദിയുടെ തോളിൽ കൈയിട്ട് പിണറായി വിളിക്കട്ടെ എന്നും VD സതീശൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ CPM BJP ബന്ധം വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിൽ BJPയുടെ മൗത്ത് പീസ് ആയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. BJP അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. അപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. CPMഉം BJPയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത്. അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇവരൊരുമിച്ചാണ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. BJPക്കെതിരെ പോരാടുന്ന പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്ന രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് വൃന്ദ കാരാട്ട് ചോദിച്ചു. രാജ്യത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യയെ രക്ഷിക്കാൻ ഒരുമിച്ച് പോരാടുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും വൃന്ദ കൊച്ചിയിൽ പറഞ്ഞു. The statement of Mr. Rahul Gandhi in Palghat yesterday and earlier in another meeting in which he has asked the question, why is Pinarayi Vijayan not arrested? In the history of democratic politics, that a national leader of the stature of Rahul Gandhi should demand the arrest of a chief minister who is known for his strong fight against the BJP RSS. We don't care for all these statements. People of Kerala know. But we want to ask, what is the message Rahul Gandhi is giving? കണ്ണൂർ കല്യാശ്ശേരിയിൽ 92 വയസ്സുകാരി ദേവിയുടെ വോട്ട് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന രീതിയിൽ പോൾ ചെയ്ത സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസ്. കണ്ണപുരം പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കല്യാശ്ശേരി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി കപ്പോത്തുകാവിലെ ഗണേശനെ ഒന്നാം പ്രതിയാക്കിയാണ് കണ്ണപുരം പോലീസ് കേസെടുത്തത്. പോളിംഗ് ഓഫീസർ VV പൗർണമി, പോളിംഗ് അസിസ്റ്റന്റ് TK പ്രജിൻ, മൈക്രോ ഒബ്സർവർ AA ഷീല, വീഡിയോഗ്രാഫർ റെജു അമൽജിത്ത്, സ്പെഷ്യൽ പോലീസ് ഓഫീസർ ലജീഷ് എന്നിവരാണ് മറ്റ് പ്രതികൾ. സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ വോട്ട് ചെയ്യുന്നതിനിടെയാണ് സംഭവം. ദേവിയുടെ വോട്ട് ഗണേശൻ രേഖപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ണൂർ ജില്ലാ കളക്ടർ നടപടിയെടുത്തു. പോളിംഗിലെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് നടപടി. CPM നേതാവ് വോട്ട് ചെയ്തതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും കലക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.
മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പ്രക്രിയയിലെ വീഴ്ചകൾ അനുവദിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. വീട്ടിൽ വോട്ട് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കുന്ന വിധം ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. UDF കേരളത്തിലെ മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്ന ആശങ്കയിലും ഭയത്തിലുമാണ് CPM കള്ളവോട്ട് ചെയ്യുന്നതെന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. പോളിംഗ് ഉദ്യോഗസ്ഥരാണ് CPMനെ സഹായിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആശ്വാസകരമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. CPM ദുരുപയോഗം ചെയ്യല്, കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് കൂട്ട്, നല്ല പണിക്കാരാണ്. അതുകൊണ്ട് CPM കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ. UDF 20-20 വാങ്ങും എന്ന റിപ്പോർട്ട്, എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അവർക്ക് ആശങ്ക വന്നു, ഭയപ്പാട് വന്നു തകർക്കണം. അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു, വേറെ മാർഗമൊന്നുമില്ല. 100% ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളതിൻ്റെ മുൻകരുതൽ എടുക്കും. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 5 പേരെങ്കിലും നടപടി സസ്പെൻഷൻ നടത്തി നടപടിയെടുത്തു എന്നത് ആശാസ്യമാണ്. കല്യാശ്ശേരിയിൽ നിയമവ്യവസ്ഥ ലംഘിച്ചാണ് വീട്ടിലെ വോട്ടെന്ന് UDF കൺവീനർ MM ഹസൻ. CPM എല്ലാ കാലത്തും കള്ളവോട്ട് നടത്തുന്നവരാണ്. കേരളത്തിലുടനീളമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഹസൻ കാസർഗോഡ് പറഞ്ഞു. കല്യാശ്ശേരിയിൽ ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു BLA നേരിട്ട് നോട്ട് ചെയ്യും. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയ ചായ ഉള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ. അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഒരു പാർട്ടിയുടെ BLAക്ക് വോട്ട് ചെയ്യാൻ ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് വോട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിൽ അതൊരു സാമ്പിൾ കേസായിട്ട് കാണാം. ഇത് കേരളത്തിലുടനീളം ഉണ്ടാവാനിടയുള്ളതുകൊണ്ട് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് വസ്തുതയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കള്ളവോട്ട് കൊണ്ടൊന്നും CPM ഇത്തവണ രക്ഷപ്പെടില്ല. UDF പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് പറഞ്ഞു. കല്യാശ്ശേരിയിൽ ഒരു കള്ളവോട്ട് നടന്നിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്? കള്ളവോട്ട് കൊണ്ടൊന്നും ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല, വസ്തുതയാണ്. അതായത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രകടമായി വന്നല്ലോ, കള്ളവോട്ടുണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതാണത് വെളിവാക്കുന്നത്. ഇത്ര ഓപ്പണായി ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് UDF പ്രവർത്തകന്മാർ ഇത്തവണ വളരെ വിജിലൻ്റ് ആവണം. വിജിലൻ്റ് ആയാൽ കള്ളവോട്ട് നടക്കൂല. കിടപ്പ് രോഗിയായ വോട്ടർക്ക് വീട്ടിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടും വനത്തിലൂടെ നടന്നത് 18 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വോട്ടറായ 92 വയസ്സുള്ള ശിവലിംഗത്തിന് വോട്ട് രേഖപ്പെടുത്തുന്നതിനായിരുന്നു ഈ ദൗത്യം. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ മൂന്നാറിൽ നിന്നും പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയോദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള കേപ്പക്കാട് എത്തുകയും ചെയ്തു. തുടർന്ന് കാൽനടയാത്ര സൗകര്യം മാത്രമേ സാധ്യമാകൂ. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ 3 സ്ത്രീകളടങ്ങുന്ന സംഘം രാവിലെ 8 മണിയോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു. നീണ്ട 5.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നൂറടി കുടിയിലെത്തി. ഉദ്യോഗസ്ഥരെ ബൂത്ത് ലെവൽ ഓഫീസറെത്തി ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു. ശിവലിംഗത്തിന് രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള അവസരമൊരുക്കി. ഇത്ര വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരം വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശന് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട്. മുത്തശ്ശന് നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള വിഷയമായിരുന്നു. 2:15 മടക്കയാത്ര ആരംഭിച്ചു. ഇരുവശത്തേക്കുമായി 18 കിലോമീറ്റർ നീണ്ട കാൽനടയാത്രയ്ക്ക് ശേഷം കേപ്പക്കാട് എത്തുമ്പോൾ സമയം ഏറെ വൈകി. എങ്കിലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ. ഞങ്ങൾ ഏകദേശം 2.5 മണിക്കൂറോളം ജീപ്പിലും ട്രെക്കിംഗ് ജീപ്പിലും ശേഷം ഒരു 5 മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു. ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്തായാലും സ്ത്രീകൾക്ക് ഇത് സാധ്യമാകും എന്ന്
ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. എല്ലാവരുടെയും വലിയ സഹായം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഒരു സന്തോഷം. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ സംഘത്തെ അനുമോദിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. സർക്കാർ സംവിധാനത്തിന്റെ ഒരു കഠിന പ്രയത്നമാണ് ഇതിലൂടെ വെളിവാകുന്നത്. അപ്പോൾ 18 കിലോമീറ്ററാണ് ഈ ഒരു ബോട്ട് കാസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിംഗ് ടീമിന് സഞ്ചരിക്കേണ്ടി വന്നത്. അപ്പോൾ അത് വളരെ ദുർഘടമായിട്ടുള്ളൊരു പാതയിലൂടെ ആയിരുന്നു അവർക്ക് പോകേണ്ടി വന്നിരുന്നത്. പക്ഷെ അത് പൂർത്തീകരിച്ച് അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വോട്ട് ചെയ്ത ആൾക്കും വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യിക്കാൻ പോയ ടീമിന് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സബ് ഡിവിഷന്റെ കീഴിൽ ഒരു സബ് കളക്ടർ എന്ന നിലയിലും മാത്രമല്ല ARO എന്ന നിലയിലും അവരെ തീർച്ചയായിട്ടും അനുമോദിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്ത് അനുമോദിക്കുകയും ചെയ്യുന്നതാണ് ഉടനെ. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷ മെറിൻ ജോസ്, മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക M ആശ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് AV ഡെയ്സി മോൾ, ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ശ്യാംജിനാഥ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് KS, ഷിബിൻദാസ് CL, സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ KR, ഫോറസ്റ്റ് വാച്ചർമാരായ K രാമൻ, ശിവസേനൻ, BLO ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി PRD ടീമും ഒപ്പമുണ്ടായിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ആറ്റിങ്ങലിൽ 3431 ഇരട്ട വോട്ടുകൾ നീക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. UDF നൽകിയ ഹർജിയിലാണ് കമ്മീഷൻ മറുപടി നൽകിയത്. 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നും കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് വെബ്കാസ്റ്റിംഗ് നടത്തുക. ബൂത്തുകളിൽ ആവശ്യമായ എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. കേരള കോൺഗ്രസ് വിട്ട സജി മഞ്ഞക്കടമ്പിൽ NDAയിലേക്ക്. മുന്നണി പ്രവേശത്തിന്റെ ഭാഗമായി സജിയുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ കൺവീനറുമായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. സ്ഥാനങ്ങൾ രാജിവെച്ച സജി BJP നേതൃത്വവുമായി ചർച്ച നടത്തി. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സമാന ചിന്താഗതിക്കാരെ ഒപ്പം കൂട്ടാനായിരുന്നു ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശം. തുടർന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. കർഷകർക്ക് വേണ്ടിയുള്ള മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നതെന്നും സജി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ UDF കോട്ടയം ജില്ലാ ചെയർമാൻ പദവിയും ഒഴിയുകയായിരുന്നു. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLAയുടെ ധാർഷ്ട്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സജി പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. ലോക്സഭാ വോട്ടെടുപ്പിനുള്ള ദിവസങ്ങളെടുക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാൻ ആപ്പുമായി എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പാണ് വോട്ടർമാർക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ എത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സേവനങ്ങളും വിവരങ്ങളും വോട്ടർമാർക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമാകുന്ന ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പൗരന്മാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുത്താനും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയുമാണ് ആപ്പിലൂടെ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് തിരയുക, വ്യക്തിഗത വിവരങ്ങൾ തിരുത്തുക, വോട്ട് മറ്റൊരിടത്തേക്ക് മാറ്റുക, ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക, വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിക്കൽ, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാൻ അപേക്ഷ നൽകൽ, പരാതികൾ സമർപ്പിക്കുക, അതിന്റെ സ്റ്റാറ്റസ് തിരയുക, തിരഞ്ഞെടുപ്പ് ഫലം അറിയൽ, തിരഞ്ഞെടുപ്പും EVM-ഉമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും അറിയുക എന്നിവയൊക്കെ ഈ മൊബൈൽ ആപ്പ് വഴി ചെയ്യാനാവും. വോട്ടർ അല്ലാത്തവർക്ക് ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷനും നടത്താം. തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ, ഫോൺ, ഇമെയിൽ ID, ജനന തീയതി, വിലാസം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് വോട്ടറായി രജിസ്റ്റർ ചെയ്യാനാവും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലും കുറവ് ബീഹാറിലുമാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, മണിപ്പൂർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ലക്ഷദ്വീപ്, ജമ്മു എന്നിവിടങ്ങളിലുമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ്. 16.63 കോടി വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നത്. 1625 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി. പശ്ചിമ ബംഗാളിലായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്.
കുറഞ്ഞ പോളിംഗ് ബീഹാറിലും. ത്രിപുരയിലും ജമ്മുവിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെട്ട പല മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. തമിഴ്നാട്ടിലും ഭേദപ്പെട്ട നിലയിലാണ് പോളിംഗ് അവസാനിച്ചത്. പ്രമുഖർ പലരും രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു. ബംഗാളിലും മണിപ്പൂരിലുമുണ്ടായ അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ബംഗാളിൽ ബൂത്ത് പിടിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചു. തൃണമൂൽ BJP സംഘർഷത്തിൽ BJP പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. മണിപ്പൂരിൽ പോളിംഗ് ബൂത്തിന് സമീപം വെടിവയ്പിൽ 3 പേർക്ക് പരിക്കേറ്റു. ഛത്തീസ്ഗഡിൽ പോളിംഗ് ബൂത്തിന് സമീപം സ്ഫോടനത്തിൽ CRPF ജവാന് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 198 പരാതികളാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. ഇനി കാണാം ചരിത്ര സ്പന്ദനം. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ പരാജയം CPMന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങളുണ്ടാക്കി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗമെന്ന് ആശ്വസിക്കാൻ CPMലെ ഒരു വിഭാഗം തയ്യാറായില്ല. ഇടതുമുന്നണി വിപുലീകരിക്കാൻ മുസ്ലിം ലീഗിനെ അടക്കം കൂടെ കൂട്ടണമെന്ന നേതൃനിരയിലെ ചിലരുടെ ആശയമാണ് ബദൽ രേഖയ്ക്കും MV രാഘവന്റെ പുറത്താക്കലിനും ഇടയാക്കിയത്. 1984 20-ൽ 17 സീറ്റും UDF ആണ് ജയിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പ് ജയത്തിന് മുന്നണി വിപുലീകരിക്കണമെന്ന ചിന്ത പ്രമുഖരായ CPM നേതാക്കളിൽ ശക്തമായി. EK നായനാർ, PV കുഞ്ഞിക്കണ്ണൻ, MV രാഘവൻ തുടങ്ങി അണികളിലും പൊതുസമൂഹത്തിലും സ്വാധീനമുള്ള നേതാക്കളുടെ മനസ്സിലാണ് ഈ ആശയം മുളപൊട്ടിയത്. മുസ്ലിം ലീഗിനെ LDFൽ കൊണ്ടുവരണമെന്നായിരുന്നു ഇവരുടെ മോഹം. കേരള കോൺഗ്രസിനെയും ഒപ്പം കൂട്ടണമെന്ന ചിന്തയും ശക്തമായി. എന്നാൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന സെക്രട്ടറി VS അച്യുതാനന്ദനും E ബാലാനന്ദനും MM ലോറൻസും നയിച്ച CITU ഗ്രൂപ്പും ശക്തമായ എതിർപ്പുയർത്തി. 1985 നവംബറിൽ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം CPM ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഒപ്പം കൂട്ടാൻ ബദൽ രേഖയും ഒപ്പുശേഖരണവുമായി MVR പരസ്യ കലാപക്കൊടി ഉയർത്തി. കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരെയായിരുന്നു MVRന്റെ നീക്കം. EK നായനാരടക്കം ഈ ആശയത്തോടൊപ്പമായിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറി. സംസ്ഥാന സമ്മേളനത്തിൽ EMSും VS അച്യുതാനന്ദനും ഉയർത്തിപ്പിടിച്ച ലൈനിനാണ് മേൽക്കൈ കിട്ടിയത്. കീഴടങ്ങാത്ത MV രാഘവന് പാർട്ടിയുടെ പുറത്തേക്കുള്ള വഴി തെളിഞ്ഞു. MVR പിന്നീട് CMP രൂപീകരിച്ച് UDFന്റെ ഭാഗമായതും ചരിത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി നാട് പറയട്ടെ. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം തെറ്റാണെന്നും എന്നാൽ ഷാഫി പറമ്പിലിന് അതിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പറയുന്ന വോട്ടറെയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ കാണാൻ സാധിച്ചത്. സൈബർ ആക്രമണവും കള്ളവോട്ടും ചർച്ചയാവുമ്പോഴും ജനകീയ വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല എന്ന അഭിപ്രായവും ചിലർ പങ്കുവച്ചു. മിഠായി തെരുവിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത് സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും ഒപ്പം കള്ളവോട്ട് സംബന്ധിച്ച ആരോപണങ്ങളും ഒക്കെയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഈ സൈബർ ആക്രമണം അടക്കമുള്ള വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണ്? അതറിയാൻ കേരള വിഷൻ ന്യൂസ് ഇന്നുള്ളത് മിഠായി തെരുവിലാണ്. നമുക്ക് പൊതുജനങ്ങളിലേക്ക് നീങ്ങാം. ശൈല ടീച്ചറിൻ്റെ നേരെ സൈബർ ആക്രമണം ശരിയല്ല. അതെപ്പോഴും അത് അനുവദിക്കാൻ പാടില്ല. സൈബർ ആക്രമണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. വടകരയിലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ രാഷ്ട്രീയവും നിങ്ങൾ എടുത്തു നോക്കിയാൽ അശ്ലീലം പ്രചരിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മുടെ നാദാപുരത്തെ സംഭവം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ അത് മനസ്സിലാവും. അവരെ രാഷ്ട്രീയത്തിൻ്റെ ശൈലി അതാണ്, അത് മാറ്റം വരുത്തില്ല. ഈ പ്രാവശ്യം അത് പിടിച്ചെന്ന് മാത്രം, അത്രേ ഉള്ളൂ. സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ വെറുതെ പറയാം, അത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നു. കുറേ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് അറിയാത്ത കുറേ സംഭവങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണല്ലോ. വിവാദങ്ങൾ കൊണ്ടുവരുന്ന അതിനാണല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ. അത്
വരുത്തിക്കൂട്ടിയതാണെന്നാണ് കാണുന്നത്. കാരണം പിണറായി വിജയനാലെ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സൈബർ ആക്രമണം എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ഏത് രീതിയാണ് സൈബർ ആക്രമണം പറയുക. അവിടെ നിന്നാണ് എടുത്ത് കളഞ്ഞെന്നും പറയുന്നത്, അവർ അത് ഒഴിവാക്കിയെന്നും പറയുന്നുണ്ട്. സൈബർ ആക്രമണത്തിൽ അതൊന്നും ഇല്ലാതും പറയുന്നുണ്ട്, പരാതി ഒന്നും ഇല്ലാതും പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം, ജനങ്ങൾക്ക് പറയാനെന്തുള്ളൂ, അവരെല്ലാം അന്വേഷിക്കേണ്ടത്. സൈബർ പരാതിയാണ്, ആക്രമണം ഉണ്ടായിട്ടില്ല. വളരെ മോശമാണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള സംഭവം പുറത്തേക്ക് വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു ഇതുണ്ടാവുക ആരോപണം എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ഉപയോഗിക്കാമല്ലോ. ആ ആരോപണമൊന്നും പ്രസ്ഥാനത്തിലേക്ക് കടക്കൂല. ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം, എനിക്ക് പിന്നിൽ അറിയാം. പ്രചരിപ്പിക്കുന്നവർക്ക് പോലും ആരും കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് പറയാണ്. പിന്നെ ഫസ്റ്റ് പറഞ്ഞു ഷാഫിയുടെ അറിവോട് കൂടിയാണ് എന്നൊക്കെയാണ് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നത്. പിന്നീട് അതല്ല എന്നുള്ള ടീച്ചർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ അണികളുടെ പ്രാദേശിക ആളുകൾ സൃഷ്ടിക്കുന്ന ചെറിയ ചെറിയ ആരോപണങ്ങളും അതും മറ്റൊക്കെയാണ്. അല്ലാതെ ഇത് വലിയ വലിയ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നില്ല. ടീച്ചർക്കുള്ള ജനസമിതി കണ്ടിട്ട് എതിരാളികൾക്കുള്ള ആ ഒരു എന്താ പറയുക, എങ്ങനെയും ഇവരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ആണ് എന്ന് എനിക്കത് പറ്റി പറയാനുള്ളത്. കാരണം ടീച്ചർ എത്രയോ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ രാഷ്ട്രീയ ഒരു തന്ത്രമായിട്ട് എടുത്താണ് സൈബർ ആക്രമണമാണെന്നുള്ളത്. പിണറായി വിജയൻ്റെ ആ ടി പി ചന്ദ്രശേഖരനോട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം, പല തന്ത്രങ്ങളും ഉണ്ടാവുമല്ലോ, ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്നാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിൽ നിന്ന് തെറ്റ് ചെയ്യാതിരിക്കലാണ് തെറ്റ്. കാരണം ഇന്ത്യയിൽ ഒരു ഭരണം, നല്ല ഭരണം വരണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി പിന്തുണ കൊടുത്തിട്ട് ആ ഭരണം നിലനിൽക്കണം. ഷാഫി പറമ്പിൽ നിന്നല്ല ഈ സ്ത്രീയെ പറ്റി ആരെന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന്. ഈ സ്ത്രീനെ പറ്റി എല്ലാവർക്കും അറിയുന്നില്ല. നമ്മൾ മാസ്കൊക്കെ വാങ്ങി നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ എത്ര വില കൂട്ടിയ സാധനമൊക്കെ വാങ്ങിയിട്ട് ജനങ്ങളെ സഹായിച്ചത് നാട്ടുകാർക്ക് അറിയുന്നല്ലേ. പിന്നെ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. ഷാഫി പറമ്പ് അങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ സൈബർ ആക്രമണം അങ്ങനെ ഷാഫി പറമ്പിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ശൈല ടീച്ചറിൻ്റെ അത് അങ്ങനെ നടത്താൻ പാടില്ല ഒരിക്കലും. അതും ഒരു ഇതാണ്. പക്ഷേ ഷാഫി പറമ്പിൽ അത് ചെയ്യുമെന്നും തോന്നുന്നില്ല. രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന അവരുടെ കടമയാണ്. ഈ നമുക്കിതിനെപ്പറ്റി അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്കത്തട്ടിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.